നമ്മുടെ വീട്ടിലൊക്കെ വഴക്കുണ്ടാക്കുന്നത് നമ്മുടെ പിള്ളേരുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും നമ്മൾ സാധാരണ ചിന്തിക്കാറുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു ചെറിയ വഴക്കുമായിട്ട് ഞങ്ങൾ അതിനുള്ള പറ്റിച്ച വീഡിയോ ആണ് ഞങ്ങൾ എടുത്തിരുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടു നോക്ക്, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, പിന്നെ അത്ര. ഈ ബാങ്കിലോട്ട് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിലോട്ട് പോകണം, അല്ലാതെ ചുമ്മാ അവനകത്ത് കയറി പിന്നെ വാതാതം വെച്ചിട്ട് ഒരു കാര്യമൊന്നുമില്ല. ബാങ്കിലെ കേസിട്ട് പൈസയുടെ കാര്യത്തിൽ തന്നെ നടക്കണം. പറയാൻ മനസ്സിലായി? അതല്ലാണ്ട് നിന്റെ ഇഷ്ടത്തിന് നീ അതിങ്ങനെ വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ പൈസയുടെ കേസിലും കാര്യങ്ങളൊക്കെ ബാങ്കിൽ പോകേണ്ട കേസിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിക്ക് തന്നെ ചെയ്യണം. പറയാൻ മനസ്സിലായി? അല്ലെങ്കിൽ ചുമ്മാ കിടന്ന് അതും ഇതും കാണിച്ചിട്ട് എന്നാ കാര്യം? എന്നെ ചെയ്യണം. ഈ തിങ്കളാഴ്ച പോകാന്ന് പറഞ്ഞു, നാളെ ഞായറാഴ്ച അല്ലേ? ആ തിങ്കളാഴ്ച രാവിലെ പോയി. നീ ചുമ്മാ ആവശ്യത്തെ കേസിലെന്ന് പറഞ്ഞല്ലോ. എന്നാ കേസിലും അടി മേടിക്കും ചുമ്മാ ആവശ്യത്തെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇപ്പൊ തിങ്കളാഴ്ചയൊക്കെ ആയിരുന്നു എനിക്ക് വയ്യ. തിങ്കളാഴ്ചക്ക് എന്താ ബാങ്ക് ചെന്നാൽ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അത് ഇന്ന് തന്നെ ചെയ്യേണ്ട കേസിറ്റും കാര്യങ്ങളൊക്കെ. അല്ലാണ്ട് ചുമ്മാ ബാങ്കിലെ കേസിറ്റും കാര്യങ്ങൾ അതാണ് ഇതാന്നൊക്കെ പറയുന്നത് തന്നെ കാര്യം. ഇന്ന് പോകേണ്ട കാലത്ത് തിങ്കളാഴ്ച രാവിലെ പൊട്ടുന്ന കാര്യം. എന്നെ ചെയ്യണം എന്നാലും എന്റെ പോവാൻ എന്താ ചെയ്യണത്? നിനക്ക് ഈ ഉത്തരവാദിത്തക്കുറവെന്ന് പറയുന്ന കേസിൽ നിനക്ക് ഭയങ്കര പ്രശ്നം കേട്ടോ. ഉത്തരവാദിത്തക്കുറവെന്നുള്ളതാണ്. പിന്നെ ഉത്തരവാദിത്തക്കുറവല്ലാണ്ട് പിന്നെ നിനക്ക് ബാങ്കിൽ പോകേണ്ട കേസിൽ നിനക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അല്ലേ? അവിടെ ഉത്തരവാദിത്തക്കുറവിന്റെ കേസിലല്ലാണ്ട് പിന്നെ ആ കേസിലാണ് പറയണത്. ശരിക്കും പറഞ്ഞാൽ അടിമേടിക്കേണ്ട പരിപാടി നീ കാണിച്ചോക്കണം മുഴുവൻ കേട്ടാ. മനസ്സിലായേ? എന്ത് കാര്യം പറഞ്ഞാലും അതിനതിൻ്റെതായ ഒരു ഇതൊക്കെ ഉണ്ടാവും. പറയാൻ മനസ്സിലായേ? വെറുതെ കടന്ന് എനിക്ക് ഒന്നാമത് കല്ലി കയറിയിരിക്കും. എനിക്ക് അതിനടക്കാട്ട് ദേഷ്യം കൂടെ ഒന്നാണല്ലോ. അതിനുകൂടെ എന്നാ പറഞ്ഞത് അച്ഛനും അമ്മയോട് വഴക്കുണ്ടാക്കുമോ? ഞങ്ങൾ അതിനോട് ചെറുക്കന് മേടിച്ചു പോയേ, ഞങ്ങള് പറ്റിച്ചേ, രണ്ടുപേരെയും പറ്റിച്ചേ. താങ്ക് യു.